എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്തിന് നല്ല സൂപ്പർ ഒരു കറിയാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പക്ഷേ അരിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് വളരെ പെതുക്കെ അരിയണം, ചെറുതായിട്ട് അരിയണം. ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്നാവും. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ ഞാൻ വേണ്ട ഒരു അര സ്പൂൺ എന്തായാലും വേണം കടുക് അതിനെ ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിയണം. അതിനകത്തിലോട്ടൊന്നിട്ടേ 5-8 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ടെടുത്തു. അതിനെ ഇതിനകത്തിൽ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടു. ഒരു പിടി കരിവേപ്പില കഴുകി വാരി വെച്ച് അതിനെ എടുത്തിട്ടു. അര സ്പൂണ് ഉപ്പും കൂടി ഇടുക. ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. കൂടിപ്പോയാൽ എന്ത് ചെയ്യും? ഇന്ന് ഞാൻ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരു വെള്ള ഇതുണ്ടല്ലോ, അത് നമുക്ക് ചെത്തി കളയുമ്പോൾ ഒരുപാടങ്ങ് പോകും. അതുകൊണ്ട് കത്തി എടുത്തിട്ട് തന്നെ ഇങ്ങനെ ഒരച്ചങ്ങ് കളഞ്ഞ് വൃത്തിയാക്കിയാൽ മതി കേട്ടോ. പടവലങ്ങ നമ്മളെ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കണ്ടോ. എന്നിട്ട് നമ്മളെ ഈ സവാള ഇല്ലേ, ഒരു 25% ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ഇടണം കേട്ടോ. കാരണം ഇതും അങ്ങനെ അധികം വെള്ളമൊന്നും ചേർക്കാതെ ആവിക്കൊക്കെ വേവുന്നതല്ലേ. അപ്പോൾ ഉള്ളി അങ്ങ് മൊരിഞ്ഞു പോയിട്ടൊരു സവാള മൊരിഞ്ഞു പോയെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് കാരണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതും കൂടി ഇട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി, അത്ര മതിയാകും. വേണമെങ്കിൽ ഓരോരുത്തർക്കും എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി നമ്മൾ അതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഈ അടപ്പ് വെച്ച് മൂടി അടയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് പൊക്കിയെടുത്തിട്ട് പിന്നെ ഇളക്കാം. എന്നിട്ട് പാകമാകുമ്പോഴേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊന്ന് പൊക്കിയിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു. ടോട്ടൽ ഒരു 10 മിനിറ്റ് മതി. സിമ്മിലായിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പടവലങ്ങ മെഴുക്ക് പുരട്ടി ശരിയായി കഴിഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തില്ല. ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ ഇനിയും വീണ്ടും കാണാം.